പരിശുദ്ധ മാമോദീസ കൂദാശയിലേക്കാണ് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ പൈതലായി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ സഭയുടെ അംഗമായിട്ട് ഈ കുഞ്ഞ് ഇന്ന് തീരുവാനായിട്ട് പോകുകയാണ്. വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം, ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് സർവശക്തനായ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. അതാണ് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗത്തിൽ നിക്കോദിമോസിനോടും സർവശക്തൻ അരുളി ചെയ്തിരിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയില്ല. ആ ഒരു വീണ്ടും ജനനമാണ് ഇന്നേ ദിവസം ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ശിശുസ്നാനത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ അല്പം ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് അതിൻ്റെ വളർച്ചയിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം അതിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിശ്വാസത്തിന് അനുസൃതമായി നൽകപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആത്മീകമാകുന്ന വളർച്ചയ്ക്കും ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഉതകേണ്ടത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് വിശ്വാസത്തിൽ വിശുദ്ധ മാമോദീസ കൂദാശ നൽകപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ മാമോദീസ കൂദാശയിൽ ഈ കുഞ്ഞ് 3 വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്. ഒന്ന്, വെള്ളത്താലും ആത്മാവിനാലുമുള്ള വിശുദ്ധ മാമോദീസ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാകുന്ന വിശുദ്ധ മൂറോൻ. 3, നിത്യജീവൻ ലഭിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധ കുർബാന. അതുമാത്രമല്ല 3 രീതിയിലുള്ള ഭാവങ്ങൾ ഈ കുഞ്ഞിന് ഇന്ന് ലഭിക്കുകയാണ്. 3 അടയാളങ്ങൾ ഈ കുഞ്ഞിന് ലഭിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇവിടെ കുരിശ് അടയാളം ഈ കുഞ്ഞിൻ്റെ നെറുകയിൽ വരയ്ക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം. പൗലോസ് ഓർപ്പിക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളത്തെ വഹിക്കുന്നു. അവൻ്റെ ചൂടടയാളമാകുന്ന കുരിശിനെ ഈ കുഞ്ഞിന് ഇന്ന് ലഭിക്കുകയാണ്. 2, പരിശുദ്ധാത്മ നൽവരമാകുന്ന വിശുദ്ധ ചൂടടയാളത്തെ ലഭിക്കുന്നു. 2, അതിൻ്റെ ഗന്ധം, വിശുദ്ധ കർത്താവിൻ്റെ ഗന്ധം എന്താണെന്ന്, അതാണ് വിശുദ്ധ മൂറോനിലൂടെ ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. പരിമളവാസനയുള്ള നല്ല തൈലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശുദ്ധ മൂറോൻ കർത്താവിൻ്റെ ഗന്ധമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ആ സുഗന്ധത്തെയാണ് ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. 3, കർത്താവിൻ്റെ രുചി എന്താണെന്ന് ഈ കുഞ്ഞ് മനസ്സിലാക്കുകയും അത് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ. 1, ക്രിസ്തുവിൻ്റെ ചൂടടയാളമാകുന്ന സ്ലീബ ഈ കുഞ്ഞിന് ലഭിക്കുന്നു. 2, ക്രിസ്തുവിൻ്റെ ഗന്ധം എന്താണെന്ന് വിശുദ്ധ മാമോദീസായുടെ പരിശുദ്ധാത്മാവിൻ്റെ പൂർത്തീകരണമായ മൂറോനിലൂടെ ലഭിക്കുന്നു. 3, ഈ കുഞ്ഞ് ക്രിസ്തുവിൻ്റെ രുചി എന്താണെന്ന് കർത്താവിൻ്റെ തിരുശരീരവും രക്തവും അനുഭവിച്ച് മനസ്സിലാക്കി.